ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി മാസഫലം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ജനുവരി മാസത്തിലെ ഗ്രഹഗോചരസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ജന്മരാശാധിപൻ ശുക്രനാണ്. ശുക്രൻ 10 സഞ്ചരിക്കുന്നു. 28 ആ ശുക്രൻ 11 രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ ജനുവരി 13 വരെ അഷ്ടമത്തിലാണ്. അതിനുശേഷം ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു. ചൊവ്വാഗ്രഹം 3 നീതസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിച്ച് 21 2-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ ജനുവരി 4 7 നിന്ന് 8 24 8 നിന്ന് 9 ആ ബുധൻ രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്ന വക്രസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ്. ശനി 10 സ്ഥിതി തുടരുന്നു. രാഹു 11 കേതു 5 സ്ഥിതി തുടരുന്നു. ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും പൊതുവെ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. എങ്കിലും ആദ്യത്തെ 2 വാരം അസുഖസ്ഥാനാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് മാനസികമായിട്ട് ഒരു ടെൻഷൻ, ഒരു സുഖക്കുറവ്, തൃപ്തിയില്ലായ്മയൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കല്പം കെയർ വേണം ആദ്യത്തെ 2 വാരം. ചിലർക്ക് ചെറിയ തോതിൽ സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ആദ്യ 2 വാരം പേരൻസിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ കൊടുക്കണം. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും കർമ്മഭാവാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് ബലവാനാണ്. മാത്രമല്ല ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനും ആ കർമ്മസ്ഥാനത്ത് ശനിയോടൊപ്പം യോഗം ചെയ്യുന്നുണ്ട്. അത് വളരെ അനുകൂലമാണ്. മാത്രമല്ല ഈ ശനി ശുക്രനൊക്കെ മിത്രഗ്രഹങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 3 വാരമൊക്കെ കുജൻ്റെയൊക്കെ ദൃഷ്ടി 10 ഉള്ള സമയമാണ്. അത് ചിലപ്പോൾ തൊഴിലൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങളോ അധികാരമൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈ ശനിയുടെയൊക്കെ ഈ കുജൻ്റെയൊക്കെ ദൃഷ്ടി 10 നിൽക്കുന്ന ശനിയിൽ വരുമ്പോൾ ചിലർക്കിടയിൽ തൊഴിലിടത്ത് ചെറിയ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ വർക്ക് പ്രഷർ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. കാരണം കർമ്മഭാവാധിപനായിട്ടുള്ള ശനിയും ആ കുജൻ്റെ ആ ശനിയുടെ ദൃഷ്ടിയും നമ്മൾ എടുക്കുമ്പോൾ രണ്ടും ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് തൊഴിലിടത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ അത്തരം തീരുമാനങ്ങൾ അവസാന വാരം എടുക്കുന്നതാണ് അഭികാമ്യം. ഇപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. കാരണം കർമ്മഭാവാധിപനും ജന്മരാശ്യാധിപനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ 12-ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 3-ാം ഭാവരാശിയിൽ നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് പൊതുവെ ആത്മവിശ്വാസം കൂടുന്നതിനൊക്കെ അനുകൂലമാണ്. അതുപോലെ വിദേശത്തൊക്കെ തൊഴിലന്വേഷണം ഊർജിതമാക്കുന്നതിനുമൊക്കെ അത് സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി ഇടവക്കുറുകാരുടെ ഇടവലഗ്നക്കാരുടെയൊക്കെ ബിസിനസ് സ്ഥിതിയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സിലെ അത് വക്രത്തിലായതുകൊണ്ട് ബിസിനസ്സിലെ മെല്ലപ്പോക്കൊക്കെ മാറുന്നതിന് സഹായകമാണ്. ഇപ്പോൾ നമുക്ക് ഈ നഷ്ടപ്പെട്ട ആ സാഹചര്യങ്ങൾ ഒക്കെ ഒന്ന് മാറി നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ കിട്ടാവുന്ന സമയമാണ്.
ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ വക്രദൃഷ്ടി 7-ലുണ്ട്. അത് ബിസിനസ് പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ തന്ത്രങ്ങൾക്കും അതിനു വേണ്ടുന്ന പ്ലാനുകൾക്കൊക്കെ രൂപം നൽകുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വാഗ്രഹം വക്രത്തിലാകയാൽ ബിസിനസ്സിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വേഗത്തിലെടുക്കാതെ ആലോചിച്ച് വിവേകപൂർവം അത്തരത്തിലുള്ള തീരുമാനം എടുക്കുക. വിദേശ വിപണനത്തിനൊക്കെ വേഗത കൂടാവുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. എങ്കിലും അവസാനത്തെ 2 വാരമൊക്കെ വരുമ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ളൊരു സമയം പഠനത്തിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഉന്നത പഠനം ഗവേഷണമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അവർക്ക് സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് വളരെ ഗുണം ചെയ്യും. അതുപോലെ വിദ്യാഭ്യാസ വായ്പകൾക്ക് അപേക്ഷിച്ചവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർന്ന സ്കോർ കരസ്ഥമാക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്നത് കൂടുതൽ ഗുണം ചെയ്യും. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ പഠനം വിദേശത്ത് നടത്തുന്നവർക്കുമൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം പഠന മേഖലയിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ധനപരമായിട്ടുള്ള സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ധനസ്ഥിതി നോക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ 4 മുതൽ അഷ്ടമത്തിലാണ്, 23 വരെ. അത് ധനപരമായിട്ട് ഒരു കെയർ വേണ്ടുന്നതിനെ സൂചിപ്പിക്കുന്നു. അതേസമയം അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വരുമാന നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല 11-ലെ രാഹു, അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു, ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ധനാഗമൊക്കെ ഉണ്ടാകും. എങ്കിലും ധനനേട്ടം നമുക്ക് ഒരു പരിമിതമായ രീതിയിൽ മാത്രമേ ആ ധനനേട്ടം ഉണ്ടാക്കുള്ളൂ. കാരണം ധനകാരകൻ ജന്മരാശിയിൽ വക്രത്തിലാണ്. അപ്പോൾ പൊതുവെ ധനഭാവാധിപൻ്റെ അഷ്ടമത്തിലെ സ്ഥിതിയും ആ ശനിയുടെ 12-ലെ ദൃഷ്ടിയൊക്കെ ധനച്ചെലവ് കൂടുന്ന ഒരു സാഹചര്യവും ജനുവരി മാസം ഉണ്ടാക്കിയെന്ന് വരാം. അപ്പോൾ കഴിവതും റിസ്ക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പണം മുടക്കുന്നതൊക്കെ ഒഴിവാക്കാൻ ഈ കുറുകാർ ജനുവരി മാസം ശ്രദ്ധിക്കണം. ഇനി വിവാഹപരമായിട്ട് നമ്മൾ വിവാഹം ഒക്കെ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ 7-ലെ ദൃഷ്ടി, അതുപോലെ ജന്മരാശിയധവനായിട്ടുള്ള ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണം, അതൊക്കെ വിവാഹ ആലോചനകൾ ഉണ്ടാകുന്നതിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കും. അതേസമയം 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ വിവാഹത്തിന് പ്രത്യേകിച്ച് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5-ലെ കേതു ഒരു തൃപ്തിക്കുറവൊക്കെ ഉണ്ടാക്കും. എങ്കിലും 5-ൽ ഗുരുവിൻ്റെയൊക്കെ വക്രദൃഷ്ടി ആ തൃപ്തിക്കുറവ് പരിഹരിക്കുന്നതിന് സഹായകമാണ്. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. 7-ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി അതിന് സഹായകമാണ്. പൊതുവേ ദാമ്പത്യ ബന്ധമൊക്കെ മെച്ചപ്പെടും എന്ന് തന്നെ പറയാം. അപ്പോൾ കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും. എങ്കിലും ആദ്യത്തെ 2 വാരം സുഖസ്ഥാനാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമഭാവരാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ചെറിയ ടെൻഷനൊക്കെ കുടുംബത്തിൽ ഉണ്ടായെന്ന് വരാം. അതേസമയം 4ഉം 5ഉം ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നത് ചില അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ വീട്, അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വീട് നവീകരിക്കുന്നതിനും സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ആ ശുക്രൻ്റെ 4-ലേക്ക് ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ജനുവരി 8, 9, 22, 23, 26, 27 ഈ ദിവസങ്ങൾ പൊതുവെ
ഇടവക്കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക. അതുപോലെ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലമാണ്. ഇടവക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൂറിൻ്റെ ഫലവും ലഗ്നഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ആ ജനുവരി മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും എന്നും കൂടെ അറിയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.